മത്സരാർത്ഥികൾക്ക് സ്വാദേറിയ ഭക്ഷണമൂട്ടാൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഉള്ളതുപോലെ ഈ കലവറ സൂക്ഷിക്കാൻ കുറച്ച് ആൾക്കാരുമുണ്ട്. അവരില്ലാതെ ഇത് നടക്കില്ല. ഇവിടുത്തെ ആഹാര വസ്തുക്കൾ സൂക്ഷിക്കാനും കഴിയില്ല. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നലെ രാവിലെ 11:30 മുതൽ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ 12 BRCകളാണുള്ളത്. ആ 12 BRCകളിൽ നിന്ന് ശേഖരിച്ച ഭക്ഷ്യ വസ്തുക്കളാണ് ഇവിടെ എത്തിയത്. ലോറിയിൽ ഓരോ BRCന്ന് ലോറിയിലാണ് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത്. അധ്യാപകരുൾപ്പെടെ നമ്മുടെ CITUവിൻ്റെ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഈ കലവറയിലേക്ക് ഈ സാധനങ്ങൾ നമുക്ക് എത്തിക്കാനും അതിങ്ങനെ തരംതിരിക്കാനും നല്ലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞാൽ ഇത് അധ്യാപകരുടെയോ കുട്ടികളുടെയോ മാത്രം ഒരു കലോത്സവമായി ഒതുങ്ങാതെ അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൊതുജനങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഈ ഒരു കലോത്സവം വളരെ ഭംഗിയാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കലവറ നിറയ്ക്കൽ എന്നുള്ളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. വളരെ സന്തോഷമെന്ന് വെച്ചാൽ എല്ലാ പേരും അവൻ അന്നരക്കണ്ണനും തന്നാലായതെന്ന് പറയും പോലെ ഒരു വെണ്ടയ്ക്ക 2 മുരിങ്ങയ്ക്ക അങ്ങനെ അവർക്ക് എന്താണോ കഴിയുന്നത് അത് കൊടുത്ത് ഈ ഒരു സംരംഭത്തിൽ ഭാഗഭാക്കായി എന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം നമ്മളത് കാണുന്നു. വളരെ സന്തോഷമുണ്ട്. ടീച്ചറാണോ ഈ കലവറ സൂക്ഷിക്കുന്ന ആൾ? അതെ, എന്നോടൊപ്പം നട്ടിലായിട്ട് ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞങ്ങളുടെ എല്ലാം നെടുന്തൂണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഉപദേശകനായിട്ട് ഞങ്ങൾ ഹരിയണ്ണനും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അണ്ണൻ്റെ മാർഗ്ഗനിർദ്ദേശപ്രകാരവും കടകംപള്ളി സുരേന്ദ്രസഹാവിൻ്റെ നേതൃത്വത്തിലുമാണ് ഞങ്ങളിത് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ശരിക്കും ഇത് അനന്തപുരിയുടെ ഉത്സവമാണ്. ഇവിടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഏത് പരിപാടി വന്നാലും നമ്മൾ വിജയിപ്പിക്കുന്ന ഒരു പാരമ്പര്യം തിരുവനന്തപുരത്തുള്ള നിവാസികൾക്കുണ്ട്. അതുപോലെ തന്നെ ഇതും സംസ്ഥാന കലോത്സവം ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾ പൊളിക്കും. ടീച്ചർ അപ്പോൾ ജോലികളൊക്കെ തുടങ്ങിയോ? പിന്നെ ഇന്നലെ ടീച്ചർ പറഞ്ഞതുപോലെ ഇന്നലെ 11 മണിക്ക് തന്നെ നമ്മളിത് കൈകാര്യം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഏറെ ആഹ്ലാദം എന്ന് പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല, ഈ നഗരം മുഴുവനും ജില്ല മുഴുവനും നാടും പ്രദേശവും ഗ്രാമങ്ങളും സിറ്റിയും എല്ലാം ഒരുപോലെ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഈ പറഞ്ഞതുപോലെ ഒരു ഉത്സവ ചായ തരുന്നത് തന്നെയാണ്. ഇന്നലെ രാത്രി മുതലേ ഒരു അമ്പലത്തിലെ ഉത്സവ പറമ്പിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയിലായിരുന്നു ഞങ്ങൾ. ഇനി 5 ദിവസം ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടോടുകൂടെ ഇത് വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പച്ചക്കറികളൊപ്പം പലവ്യഞ്ജനങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂട്ടി സ്വാദേറിയ ഭക്ഷണങ്ങൾ മത്സരാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നൽകുക എന്ന അടുത്ത ജോലി. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം അനന്യ അനിൽ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.